Hi friends, Exam Select User ചാനലിലേക്ക് സ്വാഗതം. മൈക്രോബയോളജിസ്റ്റ്, ബാക്ടീരിയോളജിസ്റ്റ്, സാനിറ്ററി കെമിസ്റ്റ് എക്സാം മോക്ക് ടെസ്റ്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് എടുത്തിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് നോക്കാം. കാറ്റഗറി കോഡ് 428/2016, എക്സാം ലെക്ചർ ഇൻ മൈക്രോബയോളജി, ഡേറ്റ് ഓഫ് ടെസ്റ്റ് 22/2018, ഡിപ്പാർട്ട്മെന്റ് കൊളിഗേറ്റ് എഡ്യൂക്കേഷൻ. ലെക്ചർ ഇൻ മൈക്രോബയോളജി എന്ന എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സിലബസ് ബേസ്ഡ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ചാനലിൽ ഇപ്പോൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നത്. സിലബസ് ബേസ്ഡ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റെയിനിങ്, കൾച്ചർ മീഡിയം, സ്റ്റെറിലൈസേഷൻ, മൈക്രോസ്കോപ്പി തുടങ്ങിയ ടോപ്പിക്സിൻ്റെ നോട്ട്സാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് ധാരാളം ബുക്സും ജേർണൽസും ഒക്കെ റെഫർ ചെയ്യണം. ചില ബുക്കിലും ജേർണൽസിലും ഒക്കെ കോംപ്ലിക്കേറ്റഡും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള സിമ്പിൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൂടാതെ മുൻവർഷത്തെ ചോദ്യപേപ്പറിൽ ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നത്. ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചാനൽ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു മോക്ക് ടെസ്റ്റ് മൈക്രോബയോളജിസ്റ്റ്, സാനിറ്ററി കെമിസ്റ്റ് എന്നീ എക്സാം ഉള്ളവർക്ക് ഒരുപോലെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQs ക്വസ്റ്റ്യൻസ് മാത്രമുള്ള മോക്ക് ടെസ്റ്റ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓപ്ഷൻ വൈസ് എക്സ്പ്ലനേഷൻസ് ഒന്നും ഇന്നത്തെ മോക്ക് ടെസ്റ്റിലില്ല. കാരണം നേരത്തെ പറഞ്ഞു സിലബസ് ബേസ്ഡ് ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ പെട്ടെന്ന് തീർത്താൽ മാത്രമേ നമുക്ക് ചാനൽ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ ക്ലാസ് പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ്സും ഉണ്ട്. ഈ പാർട്ട് 1, പാർട്ട് 2 ക്ലാസ്സിലൂടെ ഈ ചോദ്യപേപ്പറിലെ മൈക്രോബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സമയം കിട്ടുന്നതനുസരിച്ച് ആഡ് ചെയ്യുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് എഫിക്കസി ഓഫ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സ്പോർസ് ഓഫ് ബാസിലസ് സെറിയസ്, ഓപ്ഷൻ ബി സെൽസ് ഓഫ് സാൽമണല്ല ടൈഫി, ഓപ്ഷൻ സി സെൽസ് ഓഫ് ക്ലോസ്ട്രീഡിയം ടെറ്റനി, ഓപ്ഷൻ ഡി സ്പോർസ് ഓഫ് ബാസിലസ് സ്റ്റെറോതെർമോഫിലസ്. Which of the following is used for determination of efficacy of moist heat sterilization? ഉത്തരം അറിയാവുന്നവർ എഴുതുക. ഉത്തരം നോക്കാം. Spores of Bacillus stereothermophilus. The efficacy of moist heat sterilization is determined by the spores of Bacillus stereothermophilus. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ എഫിക്കസി ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബാസിലസ് സ്റ്റെറോതെർമോഫിലസിൻ്റെ സ്പോർസ് ആണ്. ബാസിലസ് സ്റ്റെറോതെർമോഫിലസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ബാസിലസ് സ്റ്റെറോതെർമോഫിലസ് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. സിമ്പിൾ എക്സ്പ്ലനേഷൻ നോക്കാം. ദ എഫക്റ്റീവ്നെസ് ഓഫ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഈസ് മോണിറ്റർഡ് വിത്ത് എ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ കണ്ടെയ്നിങ് സ്പോർസ് ഓഫ് ജിയോബാസിലസ് സ്റ്റെറോതെർമോഫിലസ്, ഫോർമർലി നോൺ ആസ് ബാസിലസ് സ്റ്റെറോതെർമോഫിലസ്. ബാസിലസ് സ്റ്റെറോതെർമോഫിലസ് എന്നത് പഴയ പേരാണ്. പുതിയ പേര് ജിയോബാസിലസ് സ്റ്റെറോതെർമോഫിലസ്. Efficacy of moist heat sterilization is determined by using the spores of Geobacillus stereothermophilus. ബാസിലസ് സ്റ്റെറോതെർമോഫിലസും സെയിം ആണ്. ബാസിലസ് സ്റ്റെറോതെർമോഫിലസ് എന്നുള്ളത് പണ്ട് അറിയപ്പെട്ടിരുന്ന പേരാണ്. ഇപ്പോഴത്തെ പേര് ജിയോബാസിലസ് സ്റ്റെറോതെർമോഫിലസ്. ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ഇവിടെ സ്പോർസ് എന്നും സെൽസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിൽ ശ്രദ്ധയോടെ വായിക്കുക. സ്പോർസ് ആണോ സെൽസ് ആണോ കൊടുത്തിരിക്കുന്നത്. Spores of Bacillus stereothermophilus is used for the determination of efficacy of moist heat sterilization. അടുത്ത ചോദ്യം, ഓട്ടോമൈക്കോസിസ് refers to infection of which part of the body? Options: option A thigh, option B ear, option C eye, option D throat. Otomycosis refers to infection of which part of the body? Answer: ear. Otomycosis refers to the infection of ear. എന്താണ് ഓട്ടോമൈക്കോസിസ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ 35 ക്വസ്റ്റ്യൻ്റെ MCQs ആണ് നോക്കുന്നത്. അപ്പോൾ സിമ്പിൾ എക്സ്പ്ലനേഷൻ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമൈക്കോസിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ ഇയർ. ഓട്ടോമൈക്കോസിസ് നമ്മുടെ ചെവിയെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഓട്ടോമൈക്കോസിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് സമയം കിട്ടുന്നതിന് ആഡ് ചെയ്യുന്നതാണ്. ഏത് ഫംഗസ് ആണ് ഓട്ടോമൈക്കോസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം എന്നൊക്കെയുള്ള ക്ലാസ് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിലബസ് ബേസ്ഡ് ക്ലാസ്സിനാണ്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതനുസരിച്ച് ഈ ക്വസ്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ക്ലാസ് ആഡ് ചെയ്യുന്നതാണ്. Ejectman test is carried out at which of the following temperatures? Options: option A 37 degrees Celsius, option B 25 degrees Celsius, option C 44 degrees Celsius, option D 54 degrees Celsius. Ejectman test is carried out at which of the following temperatures?
Answer 44 degrees Celsius. Each Ekman test is carried out at 44 degrees Celsius temperature. അടുത്ത ചോദ്യം, which of the following tests are used as confirmatory tests for diagnosis of HIV infection? Options: Option A, Whey agglutination test. Option B, VDRL test. Option C, Widal test. Option D, Western blot. Which of the following tests are used as confirmatory tests for diagnosis of HIV infection? Answer: Western blot. Confirmatory test used for the diagnosis of HIV infection is Western blot. HIV full form Human Immunodeficiency Virus. അടുത്ത ചോദ്യം, characteristic intracytoplasmic inclusion bodies associated with the rabies virus infection is known as. Options: Option A, Guarneri bodies. Option B, Negri bodies. Option C, Bollinger bodies. Option D, Cowdrey type A inclusions. Answer: Negri bodies. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിവിധ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ക്യാരക്ടറിസ്റ്റിക് intracytoplasmic inclusion bodies associated with rabies virus infection is known as Negri bodies. അടുത്ത ചോദ്യം, when an infective female Anopheles mosquito bites a human being, which of the following is introduced into the human body? Options: Option A, sporozoites. Option B, signet ring stage. Option C, gametocytes. Option D, merozoites. When an infective female Anopheles mosquito bites a human being, which of the following is introduced into the human body? Answer: sporozoites. When an infective female Anopheles mosquito bites a human being, sporozoites is introduced into the human body. അടുത്ത ചോദ്യം, which of the following is not usually used for cultivation of fungi? Options: Option A, cell culture. Option B, SDA. Option C, PDA. Option D, rose Bengal agar. Which of the following is not usually used for cultivation of fungi? Answer: cell culture. The answer cell culture ആണ്. ബാക്കി മൂന്ന് ഓപ്ഷൻസും കൾട്ടിവേഷൻ ഓഫ് ഫംഗസിന് യൂസ് ചെയ്യുന്നതാണ്. SDA, PDA, rose Bengal agar. These are used for the cultivation of fungi. Cell culture is not usually used for cultivation of fungi. Extra points നോക്കാം. SDA, Saborodextrose agar. PDA, Potatodextrose agar. SDA, Saborodextrose agar. PDA, Potatodextrose agar. And rose Bengal agar are used for the cultivation of fungi. കൾച്ചർ മീഡിയത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ പറയുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഫുൾ ഫോം മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. SDA, Saborodextrose agar. PDA, Potatodextrose agar. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂഷ്വലി യൂസ് ഫോർ കൾട്ടിവേഷൻ ഓഫ് ഫംഗി? സെൽ കൾച്ചർ. അടുത്ത ചോദ്യം, റാബിസ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, റിക്കറ്റ്സിയ. ഓപ്ഷൻ ബി, റാബ്ഡോവൈറസ്. ഓപ്ഷൻ സി, റുബല്ല വൈറസ്. ഓപ്ഷൻ ഡി, റോട്ടാ വൈറസ്. റാബിസ് ഈസ് കോസ്ഡ് ബൈ. ആൻസർ: റാബ്ഡോവൈറസ്. റാബിസ് ഈസ് കോസ്ഡ് ബൈ റാബ്ഡോവൈറസ്. എക്സ്ട്രാ പോയിന്റ് നോക്കാം. റാബ്ഡോവൈറസ് RNA വൈറസ്. റാബ്ഡോവൈറസ് ഒരു RNA വൈറസ് ആണ്. റാബ്ഡോ വൈറസ് ഒരു RNA വൈറസ് ആണ്. അതുപോലെ തന്നെ ധാരാളം RNA വൈറസുകളും DNA വൈറസുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുക. നമ്മുടെ ചാനലിൽ മൈക്രോബയോളജിസ്റ്റ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ധാരാളം മോക്ക് ടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകളിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ RNA വൈറസ്, DNA വൈറസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് പോയി കാണുക. അതിനുള്ള മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് പഠിക്കുക. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? റാബിസ് ഈസ് കോസ്ഡ് ബൈ റാബ്ഡോ വൈറസ്. റാബ്ഡോ വൈറസ് ഇസ് ആൻ RNA വൈറസ്. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ വീണ്ടും ഇവിടെ ആഡ് ചെയ്യുക. ഞാൻ സിലബസ് ബേസ്ഡ് ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ പോയിന്റ്സ് മോക്ക് ടെസ്റ്റിൽ ആഡ് ചെയ്യാത്തത്. RNA വൈറസിനെയും DNA വൈറസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയി കാണുക. അടുത്ത ചോദ്യം, മലേറിയ ഈസ് കോസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? Options: Option A, Macromonas. Option B, Micrococcus. Option C, Paramecium. Option D, Plasmodium. Malaria is caused by which of the following? Malaria is caused by Plasmodium. മലേറിയയുടെ കോസേറ്റീവ് ഏജന്റ് ആണ് പ്ലാസ്മോഡിയം. മലേറിയ സ്പ്രെഡ് ചെയ്യുന്നതാണ് മൊസ്കിറ്റോ. അപ്പോൾ നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം. മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് mosquito. അടുത്ത ചോദ്യം, which of the following method is used to sterilize LJ medium? Options: Option A, pasteurization. Option B, autoclaving. Option C, hot air oven. Option D, inspisation. Which of the following methods is used to sterilize LJ medium? Answer: inspisation. The method used to sterilize LJ medium, inspisation.
ചോദ്യപേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻസ്പിസേഷൻ എന്ന ആൻസറാണ് ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ ചോദ്യത്തിന് ഉത്തരവിടുന്നത്. അടുത്ത ചോദ്യം, ഫിസിയോളജിക്കലി ആൻഡ് മെറ്റബോളിക്കലി യൂണിഫോം സെൽ പോപ്പുലേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫേസസ് ഓഫ് ഗ്രോത്ത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഡെത്ത് ഫേസ്, ഓപ്ഷൻ ബി സ്റ്റേഷനറി ഫേസ്, ഓപ്ഷൻ സി ലോഗ് ഫേസ്, ഓപ്ഷൻ ഡി ലാഗ് ഫേസ്. Physiologically and metabolically, uniform cell population is obtained during which of the following phases of growth? Answer: log phase. Physiologically and metabolically, uniform cell population is obtained during log phase. Extra point, log phase is also known as exponential growth phase. അടുത്ത ചോദ്യം, മെക്കോങ്കിസ് അഗാർ is a. Options: option A differential medium, option B selective and differential medium, option C selective medium, option D enriched medium. Mekongi's agar is A. Answer: selective and differential medium. Mekongi's agar is a selective and differential medium. അടുത്ത ചോദ്യം, Volutin granules can be demonstrated by which of the following staining methods? Options: option A gram staining, option B LPCB, option C acid-fast staining, option D Albert staining. Volutin granules can be demonstrated by which of the following staining methods? Answer: Albert stain. Volutin's granule can be demonstrated by Albert stain method. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പോസിറ്റീവ് ഇൻസ്പിറേഷൻ. ഇപ്പോൾ നമ്മുടെ ചാനൽ തൊട്ട് NCERT ക്ലാസ്സസും സാനിറ്ററി കെമിസ്ട്രി മൈക്രോബയോളജിയുടെ സിലബസ് ബേസ് ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ യുവർ സപ്പോർട്ട് ഈസ് അവർ സ്ട്രെങ്ത്. സബ്സ്ക്രൈബ് ചാനൽ ഫോർ മോർ വീഡിയോസ്. അടുത്ത ചോദ്യം, സ്റ്റാൻഡേർഡ് റഫറൻസ് ടെക്സ്റ്റ് ഫോർ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബാൾട്ടിമോർസ് ക്ലാസിഫിക്കേഷൻ, ഓപ്ഷൻ ബി സിമ്മേഴ്സ് കാറ്റലോഗ്, ഓപ്ഷൻ സി ബർഗീസ് മാനുവൽ, ഓപ്ഷൻ ഡി ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. സ്റ്റാൻഡേർഡ് റഫറൻസ് ടെക്സ്റ്റ് ഫോർ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ, Burgess manual. Standard reference text for bacterial classification, Burgess manual. അടുത്ത ചോദ്യം, Hopenoids are present in which part of bacterial cell? Options: option A cell membrane, option B cell wall, option C cytoplasm, option D nucleoid. Hopenoids are present in which part of bacterial cell? Answer: cell membrane. Hopenoids are present in cell membrane of the bacterial cell. അടുത്ത ചോദ്യം, Phenyl acetic acid added to the fermentation media for penicillin production is a. Options: option A inducer, option B inhibitor, option C precursor, option D mordant. Phenyl acetic acid added to the fermentation media for penicillin production is a. Precursor. Phenyl acetic acid added to the fermentation media for penicillin production is a precursor. അടുത്ത ചോദ്യം, dash is a major component of biogas. Options: option A alkane, option B butane, option C ethane, option D methane. Dash is a major component of biogas. Methane. Methane is a major component of biogas. അടുത്ത ചോദ്യം, the term latrogenic infection is also known as. Options: option A physician induced infection, option B subclinical infections, option C hospital acquired infection, option D blood-borne infection. The term latrogenic infection is also known as. Answer: physician-induced infection. The term latrogenic infection is also known as physician-induced infection. അടുത്ത ചോദ്യം, baffles are used in fermenters for providing. Options: option A acidification, option B agitation, option C antifoam, option D none of the above. Baffles are used in fermenters for providing. Answer: agitation. Baffles are used in fermenters for providing agitation. അടുത്ത ചോദ്യം, carboxysomes is the site for which of the following reaction? Carboxysome is the site for എന്നുള്ളത് 4 ആണ്, അത് ക്വസ്റ്റ്യനുള്ള പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. Carboxysome is the site for which of the following reactions? Options: option A nitrogen fixation, option B carbon dioxide fixation, option C reduction of carbon dioxide, option D none of the above. Carboxysome is the site for which of the following reactions? Answer: carbon dioxide fixation. Carboxysome is the site for carbon dioxide fixation. അടുത്ത ചോദ്യം, string test is used to identify which of the following bacteria? Options: option A Vibrio species, option B Salmonella typhi, option C E. coli, option D Shigella species.
String test is used to identify which of the following bacteria. Vibrio species. String test is used to identify Vibrio species. അടുത്ത ചോദ്യം, cholera rat reaction is due to which of the following? Options: Option A, medial rat and VP test. Option B, Intol and medial rat test. Option C, Intol and nitrate reduction test. Option D, urease and nitrate reduction test. Cholera rat reaction is due to which of the following? Answer: Intol and nitrate reduction test. Cholera rat reaction is due to Intol and nitrate reduction test. അടുത്ത ചോദ്യം, citric acid production is done with the help of which of the following? Options: Option A, Aspergillus niger. Option B, Aspergillus flavus. Option C, Penicillium caerogenum. Option D, Saccharomyces cerevisiae. Citric acid production is done with the help of which of the following? Answer: Aspergillus niger. Citric acid production is done with the help of Aspergillus niger. Aspergillus niger ഒരു ഫംഗസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ നടന്ന മോക്ക് ടെസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനിൽ ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. സിട്രിക് ആസിഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആസ്പെർജില്ലസ് നൈഗർ ആണ്. ആസ്പെർജില്ലസ് നൈഗർ ഒരു ഫംഗസ് ആണ്. ആ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ അസറ്റിക് ആസിഡ് പ്രൊഡക്ഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ഇതാണ്, അസറ്റിക് ആസിഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? അസറ്റിക് ആസിഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ പേരും അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ദ മില്ലനെയർ മോളിക്യൂൾ? Options: Option A, IgM. Option B, IgE. Option C, IgA. Option D, IgD. Which of the following is called the millennial molecule? Answer: IgM. Millennial molecule, IgM. അടുത്ത ചോദ്യം, DPT is used for protection against. Options: Option A, dysentery, polio and tetanus. Option B, diarrhea, pyrexia and tetanus. Option C, diphtheria, polio and tetanus. Option D, diphtheria, whooping cough and tetanus. DPT is used for protection against. Answer: diphtheria, whooping cough and tetanus. DPT is used for protection against diphtheria, whooping cough and tetanus. അടുത്ത ചോദ്യം, smallest unit of antigenicity is known as. Options: Option A, antigen. Option B, antibody. Option C, haptens. Option D, epitope. Smallest unit of antigenicity is known as. Answer: epitope. Smallest unit of antigenicity is known as epitope. Smallest unit of antigenicity, epitope. അടുത്ത ചോദ്യം, Weil Felix test is used for the diagnosis of which of the following diseases? Options: Option A, tetanus. Option B, tuberculosis. Option C, typhus fever. Option D, typhoid fever. Weil Felix test is used for the diagnosis of which of the following diseases? Answer: typhus fever. Weil Felix test is used for the diagnosis of typhus fever. അടുത്ത ചോദ്യം, shingles is caused by reactivation of which of the following viruses? Options: Option A, rubella virus. Option B, varicella zoster virus. Option C, Shopee fibroma virus. Option D, respiratory syncytial virus. Shingles is caused by reactivation of which of the following viruses? Varicella zoster virus. Shingles is caused by the reactivation of varicella zoster virus. അടുത്ത ചോദ്യം, hybridomas can be isolated using which of the following media? Options: Option A, hypoxanthine aminopterin thymidine medium. Option B, Eagle's minimum essential medium. Option C, Murashige and Scooch medium. Option D, hypoxanthine aminoglycoside thymine medium. Hybridomas can be isolated using which of the following media? Options: Option A, hypoxanthine aminopterin thymidine medium. Option B, Eagle's minimum essential medium. Option C, Murashige and Scooch medium. Option D, hypoxanthine aminoglycoside thymine medium. Hybridomas can be isolated using which of the following media? Immunology topic ആണ്. ഹൈബ്രിഡോമ ഒക്കെ ഇമ്മ്യൂണോളജി ടോപ്പിക് ആണ്. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിച്ചു വായിക്കുക. ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യുക. ആൻസർ: hypoxanthine aminopterin thymidine medium. Hybridomas can be isolated using hypoxanthine aminopterin thymidine medium, HAT medium എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് വായിച്ച് മാത്രം ആൻസർ ചെയ്യുക. ഹൈബ്രിഡോമ ഐസൊലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം HAT മീഡിയം.
അതിലെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഹൈപ്പോസാന്തിൻ, അമിനോപ്റ്ററിൻ, തൈമിഡിൻ. ഹൈപ്പോസാന്തിൻ, അമിനോപ്റ്ററിൻ, തൈമിഡിൻ മീഡിയം. അടുത്ത ചോദ്യം, ലയോഫിലൈസേഷൻ ഈസ് അതർവൈസ് കോൾഡ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഫ്രീസ് thawing, ഓപ്ഷൻ ബി ഫ്രീസ് ഇച്ചിങ്, ഓപ്ഷൻ സി ഫ്രീസ് ഫ്രാക്ചറിങ്, ഓപ്ഷൻ ഡി ഫ്രീസ് ഡ്രൈയിങ്. ലയോഫിലൈസേഷൻ ഈസ് അതർവൈസ് കോൾഡ്. ആൻസർ: freeze drying. Lyophilization is otherwise called freeze drying. അടുത്ത ചോദ്യം, which one of the following is a capsulated pathogenic yeast? Options: option A Schizo Saccharomyces pombe, option B Aspergillus flavus, option C Saccharomyces cerevisiae, option D Cryptococcus neoformans. Which one of the following is a capsulated pathogenic yeast? Options: option A Schizosaccharomyces pombe, option B Aspergillus flavus, option C Saccharomyces cerevisiae, option D Cryptococcus neoformans. Which one of the following is a capsulated pathogenic yeast? Answer: Cryptococcus neoformans. Capsulated pathogenic yeast. Example: Cryptococcus neoformans. Cryptococcus neoformans is a capsulated pathogenic yeast. അടുത്ത ചോദ്യം, penicillin is an example for a. Options: option A aminoglycoside, option B polyene antibiotic, option C beta-lactam antibiotic, option D polypeptide antibiotic. Penicillin is an example for a. Options: option A aminoglycoside, option B polyene antibiotic, option C beta-lactam antibiotic, option D polypeptide antibiotic. പെൻസിലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ചോദ്യം എന്താണ്? പെൻസിലിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്? ഇത്ര അറിയാവുന്നവർ എഴുതുക. പെൻസിലിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ. ആൻസർ: ബീറ്റ-ലാക്ടാം ആൻറ്റിബയോട്ടിക്. പെൻസിലിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബീറ്റ-ലാക്ടാം ആൻറ്റിബയോട്ടിക്. പെൻസിലിൻ ബീറ്റ-ലാക്ടാം ആൻറ്റിബയോട്ടിക്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോഴാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ജസ്റ്റ് ആൻസർ വായിച്ച് പോകുള്ളൂ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ചോദ്യവും ഉത്തരങ്ങളും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത്. നിങ്ങൾക്കത് ബോറായിട്ട് തോന്നരുത്. അടുത്ത ചോദ്യം, ഡീനൈട്രിഫിക്കേഷൻ റെഫേഴ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഫ്രം അമിനോ ആസിഡ്സ് എന്നാണ്. ക്വസ്റ്റ്യനിലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഫ്രം അമിനോ ആസിഡ്സ്. ഓപ്ഷൻ ബി കൺവേർഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ. ഓപ്ഷൻ സി കൺവേർഷൻ ഓഫ് നൈട്രേറ്റ്സ് ടു നൈട്രജൻ. ഓപ്ഷൻ ഡി കൺവേർഷൻ ഓഫ് അമോണിയ ടു നൈട്രേറ്റ്. Denitrification refers to which of the following processes? Answer: conversion of nitrates to nitrogen. Denitrification refers to conversion of nitrates to nitrogen. അടുത്ത ചോദ്യം, nitrogen fixing symbiotic organism present in the leaves of Azolla is? Options: option A Anabaena, option B Alocera, option C Azospirillum, option D Rhizobium. Nitrogen fixing symbiotic organism present in the leaves of Azolla is? Answer: Anabaena. Nitrogen fixing symbiotic organism present in the leaves of Azolla is Anabaena. അടുത്ത ചോദ്യം, gram stained smear of a CSF sample, CSF full form cerebrospinal fluid sample, shows the presence of gram negative diplococci. Which one of the following the organism is most likely to be isolated from the sample? Options: option A N gonorrhea, option B N meningitidis, option C Streptococcus pneumoniae, option D Streptococcus pyogenes. Gram stained smear of a CSF cerebrospinal fluid sample shows the presence of gram negative diplococci. Which one of the following the organism is most likely to be isolated from the sample? Answer: N meningitidis. N meningitidis full form Neisseria meningitidis. ഇത്രയാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ആർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ 35 MCQസും സിമ്പിൾ എക്സ്പ്ലനേഷൻസാണ് തന്നിരിക്കുന്നത്. നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് നോട്ട്സിൻ്റെ പ്രിപ്പറേഷനിലായതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യാത്തത്. സിമ്പിൾ എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ വൈസുള്ള എക്സ്പ്ലനേഷനാണ് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുള്ള ക്ലാസ് സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.